നന്മമരം ചമഞ്ഞ് നടക്കുന്ന ചിത്ര അരവിന്ദനും അവന്റെ 3 വെടല കൂട്ടുകാരൻ ചേർന്ന് യൂട്യൂബിൽ ബാർക്കിംഗ് ഡോഗ്സ് എന്നൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നു. നാട്ടിൽ നടക്കുന്ന അഴിമതിയൊക്കെ ഈ യൂട്യൂബ് ചാനലിലൂടെ പുറലോകത്തിന് മുൻപിൽ എത്തിക്കലാണ് ഈ 4 പേരുടെ മെയിൻ പണി. അവരുടെ യൂട്യൂബ് ചാനൽ പതിയെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങുകയും അവർ നാട് നന്നാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഷാജിയേട്ടൻ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ നാട് നന്നാവില്ല എന്ന് പറഞ്ഞ് പണ്ട് നാട് വിട്ടുപോയ ഇന്ത്യൻ താത്തയെ കൊണ്ടുവരാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ 1996 നാട് വിട്ടുപോയ താത്തയെ കൊണ്ടുവരാൻ അവർ കംബാക്ക് ഇന്ത്യൻ എന്ന ഹാഷ്ടാഗ് ഉപയോഗിക്കുന്നു. അങ്ങനെ ഹാഷ്ടാഗ് നാട് ഫുൾ വൈറലാവുകയും അവർക്കൊരു മെസ്സേജ് വരികയും ചെയ്യുന്നു. അങ്ങനെ 96 നാട് വിട്ടുപോയ കിളവൻ താത്ത തായ്പേയിലുണ്ടത്രേ. 96 70 വയസ്സുള്ള താത്ത 2026 ഈ ഹാഷ്ടാഗ് കണ്ട് എങ്ങനെ വന്നു എന്നത് ഇന്നും ദേശത്ത് ചുരുളഴത്തൊരു രഹസ്യമാണ്. ഇതിനിടയിൽ അരവിന്ദന്റെ ഒരു അരഞ്ഞ ഫ്ലാഷ് ബാക്ക്. നാട്ടിലെ അവസ്ഥകൾ അറിഞ്ഞ താത്ത ആദ്യം രാജ്യം കൊള്ളയടിച്ച് വിദേശത്ത് ആഡംബര ജീവൻ നയിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ മർമാണിക്കുത്ത് ഉപയോഗിച്ച് പെണ്ണാക്കുകയും എന്നിട്ട് അയാളെ കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ CBI പ്രമോദ് താത്തയെ പിടികൂടാൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഇന്ത്യയിലേക്ക് തിരികെ വന്ന ഇന്ത്യൻ താത്തയെ എയർപോർട്ടിൽ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും കില്ലാടിയായ താത്ത രക്ഷപ്പെടുന്നു. അങ്ങനെ രാത്രി 12:32 താത്ത ലൈവിൽ വരികയും ജനങ്ങളോട് സംസാരിച്ച് ഇന്ത്യൻ യുവാക്കളെ അഴിമതിക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. സ്വന്തം വീട്ടിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ രാജ്യത്തുടനീളം സൈക്കോ താത്തയുടെ വാക്കും കേട്ട് യുവാക്കൾ സ്വന്തം ബന്ധുക്കളുടെ അഴിമതികൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ലോകമണ്ടനായ ചിത്ര അവന്റെ അച്ഛന്റെ അഴിമതി പുറത്തു കൊണ്ടുവരുന്നു. ഒടുവിൽ ആ വെടലൻ സ്വന്തം തന്തയെ പോലീസിന് ഒറ്റിക്കൊടുക്കുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതോടെ അവന്റെ അമ്മ അവന്റെ വീട്ടിൽ നിന്ന് അവനെ ചവിട്ടി പുറത്താക്കുന്നു. ഇതിനിടയിൽ അവന്റെ 3 കൂട്ടുകാരും അവരുടെ വീട്ടിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് കൈക്കൂലി കേസിൽ കുടുങ്ങിയ അപമാനം സഹിക്കാനാവാതെ ചിത്രയുടെ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. ഇതോടെ അവൻ എല്ലാ കുറ്റവും താത്തയുടെ മേൽ ആരോപിക്കുന്നു. അങ്ങനെ കംബാക്ക് ഇന്ത്യൻ ക്യാമ്പയിൻ ഗോ ബാക്ക് ഇന്ത്യനായി മാറുന്നു. ഇത് കേൾക്കുന്ന താത്ത അപ്പോൾ ഞാൻ എന്ത് പൊട്ടനായെന്ന് പറയുന്നു. അങ്ങനെ CBI താത്തയെ വളയുകയും 96 വയസ്സുള്ള കിളവൻ സ്കേറ്റിംഗ് ചെയ്യുകയും പറക്കുകയും ഇതിന്റെ ഇടയിൽ 6 പാക്ക് ഫൈറ്റിംഗും. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ. അങ്ങനെ ഒടുവിൽ CBI താത്തയെ വളഞ്ഞു പിടിക്കുന്നു. പക്ഷെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ ഇന്ത്യൻ താത്ത സ്പെഷ്യൽ മർമ്മം ഉപയോഗിച്ച് CBI പ്രമോദിനെ സീനാക്കുന്നു. പ്രമോദിനെ രക്ഷിക്കാൻ ഒടുവിൽ കോടതിയുടെ അനുമതിയോടെ ഇന്ത്യൻ താത്തയെ വിട്ടയക്കുകയും പ്രമോദിനെ രക്ഷിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ആംബുലൻസിലെ പ്രമോദിനെ കൂട്ടി രക്ഷപ്പെടുന്ന ഇന്ത്യൻ താത്ത ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് അപ്രത്യക്ഷനാകുന്നു. ഇത് കാണുന്ന ജനങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, ഇതെന്തുമായി